അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുമ്പോൾ ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനും അയോധ്യയിലേക്കും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂജാദ്രവ്യങ്ങൾ, രാംലല്ലയ്ക്കുള്ള ഉപഹാരങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഓണബിൽ ഉൾപ്പെടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഓണബിൽ, അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉപഹാരങ്ങൾ എത്തുന്നുണ്ട്. ഒപ്പം ഭാരതത്തിൻ്റെ മുഴുവൻ പ്രതീകമായ ശ്രീരാമൻ്റെ ജന്മസ്ഥാനത്ത് ഉയർന്ന ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിലും ഭാരതത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വസ്തുക്കൾ, അവിടുത്തെ തൊഴിലാളികളാണെങ്കിലും മലയാളികളടക്കം എല്ലാവരുമുണ്ട്. നമുക്ക് അതുമായി ബന്ധപ്പെട്ടൊരു പാക്കേജ് കൂടി പരിശോധിക്കാം. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കാനിരിക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം ശ്രദ്ധേയമാകുന്നു. അയോധ്യയിലെ ക്ഷേത്രവാതിൽ മുതൽ വെങ്കല മണി വരെ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതത്തിലെ 9 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിശിഷ്ട വസ്തുക്കൾ കൊണ്ടാണ്. രാജസ്ഥാനിലെ മാർബിൾ മുതൽ മഹാരാഷ്ട്രയിലെ തേക്ക് വരെ ക്ഷേത്രത്തിന് അലങ്കാരമാകുന്നുണ്ട്. ഭാരതത്തിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളുടെയും പങ്കാളിത്തമാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തെ അലങ്കൃതമാക്കിയിരിക്കുന്നത്. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, അസം, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന അലങ്കാര വസ്തുക്കൾ കൊണ്ടാണ് അയോധ്യ രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. രാജസ്ഥാനിലെ ഭരത്പൂർ ജില്ലയിൽ നിന്നുള്ള 4.7 ലക്ഷം കനയടി വലിപ്പമുള്ള പിങ്ക് മണൽക്കല്ലുകൾ പ്രധാന ക്ഷേത്ര നിർമ്മാണത്തിലും 17,000 ഗ്രാനൈറ്റ് കല്ലുകൾ സ്തംഭങ്ങളിലും രാമക്ഷേത്ര കൊത്തുപണികൾക്കായി ഉപയോഗിച്ചിരിക്കുന്നു. ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ചന്ദ്രകാന്ത് സോംപുരയാണ് ക്ഷേത്രത്തിന്റെ മുഖ്യ ശില്പി. വനവാസകാലത്ത് രാമന്റെ കാൽ പതിഞ്ഞുവെന്ന് കരുതപ്പെടുന്ന ദണ്ഡകാരണ്യത്തിൽ നിന്നുള്ള തേക്കാണ് ക്ഷേത്രത്തിന്റെ വാതിലുകൾക്ക് ഉപയോഗിച്ചത്. ക്ഷേത്രത്തിലെ വാതിലുകളും മറ്റു പല കലാസൃഷ്ടികളും മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളി വനത്തിൽ നിന്നുള്ള തേക്ക് ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ ജുവലറിയിൽ നിന്നാണ് അയോധ്യയിലെ ക്ഷേത്രവാതിലുകൾക്ക് സ്വർണം പൂശിയത്. കൂടാതെ ജലസറിൽ നിന്നും 8 ലോഹങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച 2100 കിലോഗ്രാം ഭാരമുള്ള കുടമണിയും ഒരേ സമയം 8 രാജ്യത്തെ സമയം കാണിക്കുന്ന 75 സെന്റിമീറ്റർ വ്യാസമുള്ള ക്ലോക്ക് ലക്നൌവിൽ നിന്നുമാണ് അയോധ്യയിൽ എത്തിച്ചിരിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന് വേണ്ടിയുള്ള മുളകൾ അസമിലെ കാംരൂപ് ജില്ലയിൽ നിന്നുമാണ് അയോധ്യയിൽ എത്തിച്ചത്. ബൊക്കോയ്ക്ക് സമീപമുള്ള ലാംബി മേഖലയിൽ നിന്നുമാണ് മുളകൾ ശേഖരിച്ചത്. അതേസമയം അയോധ്യയിലെ രാംലല്ലയ്ക്ക് നിവേദ്യത്തിനുള്ള അരി ഛത്തീസ്ഗഡിൽ നിന്നുള്ള റായ്പൂരിൽ നിന്നാണ്. പ്രതിഷ്ഠാ ദിനത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്ന ഭക്തർക്ക് വിതരണം ചെയ്യാനുള്ള 1 ലക്ഷം ലഡു ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ നിന്നുമാണ് എത്തിക്കുന്നത്. തമിഴ്നാട് മഹാബലിപുരത്ത് നിന്നും 20 മരപ്പണിക്കാരാണ് ക്ഷേത്രത്തിലെ മരപ്പണികൾ ചെയ്തിരിക്കുന്നത്. കൂടാതെ 650 കിലോഗ്രാം ഭാരം വരുന്ന വെങ്കല മണിയും തമിഴ്നാട്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കർണാടകയിലെ മൈസൂരുവിലുള്ള അരുൺ യോഗിരാജാണ് രാംലല്ല വിഗ്രഹം നിർമ്മിച്ചത്. അതേസമയം ക്ഷേത്ര ചടങ്ങുകൾക്കായി രാജ്യത്തെ വിവിധ നദികളിൽ നിന്നുള്ള ജലവും ശേഖരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ജനം.